ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയാണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിപ്പിക്കാവോ എന്ന്. അപ്പം ഇന്ന് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാം. നമ്മൾ ഏത് ജീവജാലങ്ങളായാലും നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഭംഗിയുള്ളതായിട്ടുള്ളൊരു സിസ്റ്റമാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് ഒരു പുതിയൊരു ജന്മം നൽകാനായിട്ട് സാധിക്കുന്നത് ആകെ ഒരേ ഒരു സിസ്റ്റത്തിനാണ്. അതായത് അല്ലെങ്കിൽ പുതിയൊരു തലമുറേനെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ജീവൻ കൊടുക്കുന്നത് ഒരേ ഒരു സിസ്റ്റത്തിന് മാത്രമാണ് കഴിയുന്നത്. അത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഇമ്പോർട്ടൻസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പാർട്സ് ഉണ്ട്. ഈ ഒരു പിക്ചർ ഞാൻ നോക്കിയിട്ട് ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിക്ചറാണ്. ഈ ഒരു രീതിക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് ഒരു യൂട്രസ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഓവറോൾ പിക്ചറാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ എല്ലാ പാർട്സും പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. First of all, as an introduction, the organ of reproduction is known as genital tract. In females, the genital tract is in close relationship with the urinary tract and they are not connected. നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും യൂറിനറി ട്രാക്റ്റും മെയിൽസിന് കണക്റ്റഡ് ആണെന്ന്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഫീമെയിൽസിന് അങ്ങനെ അല്ല, രണ്ടും രണ്ട് വേയിൽ കൂടെയാണ്, രണ്ടും കണക്റ്റഡ് അല്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് ഓർഗൻ ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിനാണ് നമ്മൾ ജെനൈറ്റൽ ട്രാക്ട്സ് എന്ന് പറയുന്നത്. അത് ഫീമെയിൽസിലാണെങ്കിൽ യൂറിനറി ട്രാക്റ്റുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്, ബട്ട് അത് കണക്റ്റഡ് അല്ല. ദ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പെരിറ്റോണിയൽ ക്യാവിറ്റി. ദ ഫീമെയിൽ ജെനൈറ്റൽ ഓർഗൻസ് ലൈസ് ഇൻ ദ ബോണി പെൽവിസ്. ഈ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ പെരിറ്റോണിയൽ ക്യാവിറ്റി ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്? ബോണി പെൽവിസിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് കടക്കാം. ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനെ നമ്മൾ മെയിലിൻ്റേതുപോലെ തന്നെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ ജെനിറ്റാലിയം ഉണ്ട്, ഇന്റേണൽ ജെനിറ്റാലിയം ഉണ്ട്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എക്സ്റ്റേണലി ഉള്ള പോർഷൻസ് ആയിരിക്കും. അതായത് വജൈന, അതുപോലെ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞത്. അതേസമയം ഇന്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസ് ആയിരിക്കും, ലൈക്ക് യൂട്രസ്, ഓവറി, ആ ഒരു ഇതൊക്കെ ആയിരിക്കും ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം എക്സ്റ്റേണൽ ജെനിറ്റാലിയ പഠിച്ചിട്ട് ഇന്റേണൽ ജെനിറ്റാലിയയിലേക്ക് പോവാം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്താണെന്നാണ്. External genitalia. The female reproductive organs may be divided into external and internal organs. നമ്മൾ ആദ്യം പറഞ്ഞു രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, എക്സ്റ്റേണൽ ആയിട്ട് ഇന്റേണൽ ആയിട്ട്. അതിൻ്റെ അകത്ത് ഈ എക്സ്റ്റേണൽ ജെനിറ്റാലിയനെ നമ്മൾ അതർവൈസ് പറയണ ഒരു പേരാണ് വൾവ എന്ന് പറയുന്നത്. അതായത് ഈ വൾവ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഈ എക്സ്റ്റേണലിലുള്ള എല്ലാ പോർഷൻസും പെട്ടിട്ടുള്ള ഒരു ഓൾ ടോട്ടൽ പേരാണ് വൾവ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? മോൺസ് പ്യൂബിസ്, ക്ലിറ്റോറിസ്, ലേബിയ മജോറ, ലേബിയ മൈനോറ, വെസ്റ്റിബ്യൂൾസ്, ഹൈമൻ ആൻഡ് വജൈന. ഇത്രയാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയയ്ക്ക് അത് വരുന്നത്. ഈ ഒരു പിക്ചറാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് ഇതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിരിക്കും ചോദിക്കണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മളതിന് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അനാട്ടമിയിൽ എപ്പോഴും നമ്മൾ ഡയഗ്രാം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ഡയഗ്രാം വരച്ചാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസിലി പറ്റും. അപ്പോൾ ഈ ഒരു പിക്ചർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ പോർഷൻസും ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലുള്ള എല്ലാ പോർഷൻസും ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് വണ്ണാണ് മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞത്. മോൺസ് പ്യൂബിസ് എന്ന് പറയുമ്പോൾ എന്താണ്? It is a pad of fat lying in front of the symphysis pubis that is covered by pubic hairs. അതായത് pubic hairs വെച്ച് കവർ ചെയ്തേക്കുന്ന ഒരു ഫാറ്റ് ലൈയിങ് ആയിരിക്കും. അതായത് ഒരു പാഡ് ഓഫ് ഫാറ്റ്സ് ആണ്. കുറച്ച് ഫാറ്റ് അടങ്ങിയിട്ട് നമ്മൾ പ്യൂബിക് ഹെയർ വെച്ചിട്ട് കവർ ചെയ്തേക്കുന്ന മേലത്തെ പോർഷനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും ക്ലിറ്റോറിസ് എവിടെയായിരിക്കുന്നതെന്ന്. ക്ലിറ്റോറിസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ സെക്ഷൽ ഓർഗൻ ആണ്. അതായത് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്തോ അല്ലെങ്കിൽ സെക്ഷൽ സൈക്കിളിലോ ഫീമെയിൽസിന് ഓർഗാസം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു സെക്ഷൽ പ്ലഷർ കൊടുക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ആർ എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ആൻഡ് ഇറക്ടൈൽ ടിഷ്യൂസ്. ഇറക്ടൈൽ ടിഷ്യൂസും അതുപോലെ നെർവ്സ്, കുറേ ഒരു പോർഷൻ ഓഫ് നെർവ്സും അടങ്ങിയിരിക്കുന്ന ഒരു പോർഷനാണ് നമ്മൾ ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എറൗസൽ ആൻഡ് ഓർഗാസം. ആദ്യമേ പറഞ്ഞു സെക്ഷൽ ഓർഗാസം സെക്ഷൽ പ്ലഷറും കൊടുക്കുന്ന ഒരു പോർഷനാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ലേബിയ മെജോറ. ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിക്കകത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് പോർഷൻസ് ആണ് ലേബിയ മെജോറയും ലേബിയ മൈനോറയും. ഈ ലേബിയ മെജോറ എന്ന് പറയുമ്പം ദേ ആർ ടു തിക്ക് ഫോൾസ് വിച്ച് ഈസ് ഫോംസ് ദ ഔട്ട്സൈഡ് ഓഫ് ദ വൾവ. അതായത് വൾവയുടെ രണ്ട് സൈഡായിട്ട്
മേലത്തെ രണ്ട് പോർഷനായിട്ട് നിൽക്കുന്ന ഭാഗത്തിനായിരിക്കും നമ്മൾ ലേബിയ മെജോറ എന്ന് പറഞ്ഞത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാകും ലേബിയ മെജോറ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ലേബിയ മെജോറ എന്ന് പറയുമ്പോൾ ഔട്ടർ പോർഷൻ ആയിരിക്കും. രണ്ട് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുന്ന ഒരു രണ്ട് തിക്കായിട്ടുള്ള ഫോൾഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലേബിയ മെജോറ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ കമ്പോസ്ഡ് ഓഫ് സ്കിൻ ആൻഡ് ഫാറ്റ് ആൻഡ് അൺസ്ട്രിപ്ഡ് മസ്കുലാർ ടിഷ്യൂസ്. അതായത് ഇതും നമ്മൾ മോൺസ് ബേബീസ് പറഞ്ഞ പോലെ ഒരു പാഡ് ഓഫ് ഫാറ്റ് ആയിരിക്കും. ആ ഫാറ്റ് വെച്ചിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് രണ്ട് തിക്കായിട്ടുള്ള ഫോൾഡ് ആയിരിക്കും ഇവിടെ ബോത്ത് സൈഡ്സ് ഓഫ് ദ വൾവയുടെ ബോത്ത് സൈഡിലായിരിക്കും ഇതുണ്ടാകുന്നത്. ഇതാണ് ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ലേബിയ മൈനോറ. ലേബിയ മൈനോറ എന്ന് പറയുമ്പോൾ ഈ ലേബിയ മെജോറ കഴിഞ്ഞിട്ടുള്ള 2 സ്മോൾ ഫോൾഡ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ലേബിയ മൈനോറ. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ അപ്പർ പാർട്സ് ഓഫ് ദ ലേബിയ മെജോറ ആൻഡ് ദ ലേബിയ കണ്ടെയ്ൻ ഇറക്ടൈൽ ടിഷ്യൂ. ഇവിടെയായിരിക്കും ഇറക്ടൈൽ ടിഷ്യൂസ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുമ്പോൾ 2 സ്മോൾ ഫോൾഡ് ആയിരിക്കും. ഈ ലേബിയ മെജോറയ്ക്ക് ശേഷം ഉള്ളതായിരിക്കും ലേബിയ മൈനോറ എന്ന് പറഞ്ഞാൽ. അത് 2 സ്മോൾ ഫോൾഡ് ആയിരിക്കും, മറ്റേത് 2 ബിഗ് ഫോൾഡ് ആയിരിക്കും. ഇത് രണ്ടും ഫാറ്റും പിന്നെ എന്താണ് സ്കിന്നും വെച്ചിട്ടായിരിക്കും മേഡപ്പ് ഓഫ് ആയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പോർഷൻ ആണ് ഹൈമൻ. ഹൈമൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് എ തിൻ മെംബ്രേനിയസ് ഡയഫ്രം വിച്ച് ഈസ് പെർഫറേറ്റ് സെൻട്രലി ടു അലോ ദ മെൻസ്ട്രൽ ഡിസ്ചാർജ് ടു ഡ്രെയിൻ അവേ. അതായത് ഈ ഹൈമൻ എന്ന് പറയുമ്പോൾ അതൊരു മെംബ്രെയിൻ ആണ്. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലുള്ള ഒരു മെംബ്രെയിൻ ആണ് ഹൈമൻ എന്ന് പറയുന്നത്. ഈ ഹൈമൻ ആണെങ്കിൽ എന്താണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് ഇത് പെർഫറേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു പെർഫറേഷൻ ഉണ്ടായിട്ട് അതിലും വഴിയായിരിക്കും എന്ത് മെൻസ്ട്രൽ ഡിസ്ചാർജ് ഒക്കെ പുറത്തേക്ക് വരുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഓറിഫൈസ് ഓഫ് ദ വജൈന. അതായത് വജൈനൽ ഓപ്പണിങ്ങിന്റെ അവിടെ ഉള്ളൊരു മെംബ്രെയിൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഹൈമൻ. ആൻഡ് ദ സെപ്പറേറ്റിംഗ് ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ജെനിറ്റൽസ്. എക്സ്റ്റേണലും ഇന്റേണൽ ജെനിറ്റൽസിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത് ഹൈമൻ. അപ്പോൾ ഹൈമൻ എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു മെംബ്രെയിൻ ആണ്. മെൻസ്ട്രൽ ഡിസ്ചാർജ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ എക്സ്റ്റേണലും ഇന്റേണൽ ജെനിറ്റാലിയും തമ്മിലാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ ആയിരിക്കും ഹൈമൻ. അപ്പോൾ അതാണ് ഹൈമനെ പറ്റിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വെസ്റ്റിബ്യൂൾസ്. വെസ്റ്റിബ്യൂൾസ് എന്ന് പറയുമ്പം It is limited on either side by the labial folds. The urethra also opens into the vestibule. It lies in front of the vagina just behind the clitoris. ഈ വെസ്റ്റിബ്യൂൾസ് എന്ന് പറയുമ്പം ഈ ഒരു പിക്ചറിൽ നോക്കുക. വെസ്റ്റിബ്യൂൾസ് എന്ന് പറയുമ്പം എവിടെയാണ് ഇരിക്കുന്നത് അതെന്ന് പറയുമ്പോൾ ബിഹൈൻഡ് ദ ക്ലിറ്റോറിസ്, അതായത് ക്ലിറ്റോറിസിൻ്റെ ബാക്കിലായിട്ട് വജൈനയുടെ അവിടെയായിട്ടാണ് വെസ്റ്റിബ്യൂൾസ് ഇരിക്കുന്നത്. ദർ ഈസ് എ വെസ്റ്റിബുലാർ ഗ്ലാൻഡ്. അവിടെ എന്ന് പറയുമ്പോൾ ഒരു വെസ്റ്റിബുലാർ ഗ്ലാൻഡ് ഉണ്ട്. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിഹൈൻഡ് ദ ലേബിയ മെജോറ ഓൺ ഈച്ച് സൈഡ്. അതായത് ലേബിയ മെജോറയുടെ ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ടായിരിക്കും ഈ ഒരു വെസ്റ്റിബുലാർ ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഈ ഗ്ലാൻഡിൽ നിന്നാണ് ഒരു മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ എന്നിട്ട് their duct opens between the hymen and the labia minora. അപ്പോൾ എന്താണ് വെസ്റ്റിബ്യൂൾസ് എന്ന് പറയുമ്പോൾ വെസ്റ്റിബ്യൂൾസ് എന്ന് പറയുമ്പം അതെന്ന് പറയുമ്പോൾ ഈ ലേബിയൽ ഫോൾഡിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷനാണ് വെസ്റ്റിബ്യൂൾസ് എന്ന് പറഞ്ഞത്. അവിടെ എന്താണ് ഒരു ഗ്ലാൻഡ് ഉണ്ട്, അതാണ് വെസ്റ്റിബുലാർ ഗ്ലാൻഡ്. ഈ വെസ്റ്റിബുലാർ ഗ്ലാൻഡ് ആണെങ്കിൽ ഒരു മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. എന്നിട്ട് അതാണെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ട് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഹൈമൻ്റെയും ലേബിയ മൈനോറയുടെയും ഇടയ്ക്കുള്ളൊരു ഡക്റ്റിലേക്ക് ഇത് ഓപ്പൺ ആയിട്ട് പോകുന്നതാണ് വെസ്റ്റിബ്യൂൾസ്. ഇത്രയാണ് മെയിനായിട്ടുള്ള എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻ്റെ മെയിനായിട്ടുള്ള പോർഷൻസ് എന്ന് പറയുമ്പം മോൺസ് ബേബീസ് പറഞ്ഞു, ക്ലിറ്റോറിസ് എന്താണെന്ന് പറഞ്ഞു, ലേബിയ മെജോറ പറഞ്ഞു, ലേബിയ മൈനോറ പറഞ്ഞു, വെസ്റ്റിബ്യൂൾസ് പറഞ്ഞു, ഹൈമൻ പറഞ്ഞു. ഇനി ഈ എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് എന്ത് വജൈന. വജൈനയാണ് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. സോ വജൈന ഇറ്റ് ഈസ് എ മസ്കുലാർ ട്യൂബ് ലൈൻഡ് വിത്ത് മെംബ്രെയിൻ കംപ്രൈസ്ഡ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. വജൈന എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു മസ്കുലാർ ട്യൂബ് ആയിരിക്കും. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് മെംബ്രെയിൻസ് ഉണ്ടായിരിക്കും, പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദ വജൈന എക്സ്റ്റെൻസ് ഫ്രം ദ വെസ്റ്റിബ്യൂൾ ടു ദ യൂട്രസ്. ഈ വെസ്റ്റിബ്യൂൾ തൊട്ട് യൂട്രസ് വരെ എന്താണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുമായിരിക്കും. ഇതാണ് ആ ഒരു എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻ്റെ ഫുള്ളായിട്ടുള്ള പിക്ചർ എന്ന് പറയുമ്പം ഈ ഒരു പിക്ചറിൽ നമുക്ക് വെസ്റ്റിബ്യൂൾ എവിടെയാണ് ഇരിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും. ലേബിയ മൈനോറേനെ ലേബിയൽ ഫോൾഡിനെ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു പോർഷനാണ് വെസ്റ്റിബ്യൂൾ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പക്ഷേ മറ്റേ പിക്ചറിൽ ഉണ്ടായില്ല. ഈ പിക്ചറിൽ അത് നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാകും. പിന്നെ വജൈന എന്ന് പറയുമ്പോൾ തന്നെ അത് വജൈനൽ ഓപ്പണിംഗ് ഉണ്ട് അവിടെ. ആ വജൈനൽ ഓപ്പണിങ്ങിൽ കൂടെ ഉള്ളത് ഒരു ട്യൂബാണ്. ഫ്രം ഇവിടെ നിന്ന് വെസ്റ്റിബ്യൂൾ തൊട്ട് യൂട്രസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബാണ് ഇതെന്ന് പറഞ്ഞത്. ആൻഡ് ദ സ്മോൾ റിസസ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻഡ് ദ സൈഡ്സ് ഓഫ് ദ സെർവിക്സ് ആർ കോൾഡ് ആൻറ്റീരിയർ ആൻഡ് ലാറ്ററൽ ഫോണിസസ്. ഈ സെർവിക്സിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ആ ഒരു റിസസിനെ ആയിരിക്കും നമ്മൾ ആൻറ്റീരിയർ ആൻഡ് ലാറ്ററൽ ഫോണിക്സ് എന്ന് പറയുന്നത്. ഈ ഫോണിക്സ് ആണെങ്കിൽ എന്താണ് ബിഹൈൻഡ് ആയിട്ടുള്ള പോർഷനെ പോസ്റ്റീരിയർ ഫോണിക്സ് എന്നും പറയും. അപ്പോൾ എന്താണ് ഈ സെർവിക്സിൻ്റെ ചുറ്റിനുള്ള ആ ഒരു പോർഷൻ ആൻറ്റീരിയറും ഉണ്ട്, ലാറ്ററൽ ഫോണിക്സസും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പോസ്റ്റീരിയർ പോർഷനുള്ളത് നമ്മൾ പോസ്റ്റീരിയർ ഫോണിക്സ് എന്ന് പറയും. അത്രയാണ് വജൈനനെ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് വജൈനനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ബാക്കിയുള്ള ഓർഗൻസ്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ബാക്കിയുള്ള പാർട്സ് ലേബിയ വൾവയ്ക്കകത്തുള്ള ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പറയാനായിട്ടുള്ളൂ. പക്ഷേ വജൈന എന്ന് പറയുമ്പം ഇവിടുന്ന് ഈ എക്സ്റ്റേണൽ ഓർഗനെയും ഇന്റേണൽ ഓർഗനെയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന പോർഷനാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം
വജൈനയുടെ ജസ്റ്റ് ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. മസ്കുലാർ ട്യൂബാണ്, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണെങ്കിൽ വെസ്റ്റിബ്യൂളിലോട്ട് യൂട്രസ് വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ആൻറ്റീരിയർ, ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ ഫോണിക്സസ് ഉണ്ട്. അത്രയാണ് പറഞ്ഞത്. ഇനി വജൈനയുടെ റിലേഷൻസ്. ഈ വജൈന എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർലി ബ്ലാഡറും യൂറീത്രയായിട്ട്, അതായത് മുൻഭാഗത്ത് നോക്കുമ്പം ബ്ലാഡറും യൂറീത്രയായിട്ടായിരിക്കും ഇതിന് റിലേഷൻ ഉള്ളത്. പോസ്റ്റീരിയർലി നോക്കുമ്പോൾ റെക്ടോ വജൈനൽ പൗച്ചും ആയിട്ടായിരിക്കും റിലേഷനിൽ നിൽക്കുന്നത്. ആൻഡ് ലോവർ ഫോർത്തിൽ ഇത് പെരിനിയൽ ബോഡി ആയിട്ടായിരിക്കും കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർലി മുൻഭാഗത്ത് ബ്ലാഡറും യൂറീത്രയുമായിട്ടും, പോസ്റ്റീരിയർലി റെക്ടോ വജൈനൽ പൗച്ചുമായിട്ടും, ആൻഡ് ലോവർ ഫോർത്തിൽ പെരിനിയൽ ബോഡി ആയിട്ടായിരിക്കും ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ വജൈനയ്ക്ക് മെയിനായിട്ട് 3 ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇന്നർ ലെയർ ഉണ്ട്, ഔട്ടർ ലെയർ ഉണ്ട്, ഒരു മിഡിൽ ലെയർ ഉണ്ട്. ഇന്നർ ലെയർ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ മ്യൂക്കസ് മെംബ്രെയിൻ. ആ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ആരാണെന്ന് നമ്മൾ പറഞ്ഞ വെസ്റ്റിബ്യൂൾസ് ആണ്. അപ്പോൾ ഈ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ആണ് ഇന്നർ ലെയർ എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ എന്താണ്, റിഡ്ജസ് അല്ലെങ്കിൽ റൂഗി ആയിരിക്കും അവിടെ ഫുള്ളായിട്ട് ഉണ്ടാകുന്നത്. ആൻഡ് ഔട്ടർ ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു മസ്കുലാർ കോട്ടായിരിക്കും ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ ഫൈബേഴ്സ്. സർക്കുലർ ഫൈബേഴ്സും ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബേഴ്സും കൂടെ കൂടിയിട്ടുള്ള ഒരു മസ്കുലാർ കോട്ടാണ് ഔട്ടർ ലെയർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ രണ്ടിന് ഇടയ്ക്കുള്ള ഒരു മിഡിൽ ലെയർ എന്ന് പറയുമ്പോൾ അത് ഇറക്ടൈൽ ടിഷ്യൂസ് ആയിരിക്കും. അവിടെയും ഓർഗാസം വരുത്താനായിട്ടുള്ള ഒരു ഇറക്ടൈൽ ടിഷ്യൂസ് ആണ് മിഡിൽ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ വജൈനയുടെ 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയർ ഉണ്ട്, ഇന്നർ ലെയർ ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്. 3 ലെയേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുമ്പം ഇറ്റ് ഹാസ് എ സെക്രട്ടറി ഗ്ലാൻഡ്. ഇതിനെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സെക്രട്ടറി ഗ്ലാൻഡ് ഉണ്ട്. ദ സർഫസ് ഈസ് കെപ്റ്റ് മോയ്സ്റ്റ് ബൈ സെർവൈക്കൽ സെക്രീഷൻസ്. ഈ ഒരു വജൈനൽ പോർഷൻസ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. ആ ഒരു ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെർവൈക്കൽ സെക്രീഷൻസ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സെർവൈക്കൽ സെക്രീഷൻസ് ആണ് ആ ഒരു സർഫസിനെ എപ്പോഴും മോയിസ്റ്റ് ആയിട്ട് കെപ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നത്. ആൻഡ് ബിറ്റ്വീൻ പ്യൂബർട്ടി ആൻഡ് ദ മെനോപോസ് ലാക്ടോബാസിലസ് അസിഡോഫിലസ് ബാക്ടീരിയ ആർ നോർമലി പ്രസന്റ്. അതായത് പ്യൂബർട്ടി തൊട്ടിട്ട് ഈ മെനോപോസ്, അതായത് മെൻസ്ട്രേഷൻ നിൽക്കണ ആ ഒരു സമയം വരേക്കും ഇവിടെ ലാക്ടോബാസിലസ് അസിഡോഫിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. എന്താണ് ലാക്ടോബാസിലസ് അസിഡോഫിലസ്? ഈ ബാക്ടീരിയ അവിടെ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ലാക്ടിക് ആസിഡ് ആണ് നമ്മുടെ വജൈനൽ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വജൈനൽ pH എത്രയാണ്? 4.9 to 3.5 ആയിരിക്കും. അത് മെൻസ്ട്രൽ ഹൈജീൻ നമുക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ മനസ്സിലാകും. ആ ഒരു വജൈനൽ pHനനുസരിച്ചുള്ള ലോഷൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വജൈന എന്ന് പറയുമ്പോൾ മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അവിടുത്തെ pH എന്ന് പറഞ്ഞാൽ 4.9 to 3.5 ആണ്. അതെല്ലാ ഗേൾസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സോപ്പ് അങ്ങനത്തേതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് അത്രയും മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ലാക്ടിക് ആസിഡ് ആയിരിക്കും. ഈ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്ടോബാസിലസ് അസിഡോഫിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്. അത് പ്യൂബേർട്ടി തൊട്ട് മെനോപോസ് വരെ നമ്മുടെ ആ ഒരു ബോഡിയിൽ ആ ഒരു വജൈനൽ പോർഷനിൽ ഇതുണ്ടായിരിക്കും. ആൻഡ് ദിസ് അസിഡിറ്റി ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് അതർ മൈക്രോബ്സ്. ഈ ഒരു അസിഡിറ്റി, അതായത് ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു അസിഡിറ്റി കാരണം അവിടെ വേറെ മൈക്രോബ്സ് ഉണ്ടാകുന്നതിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അതാണ് വജൈനയുടെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ. അതിനൊരു സെക്രീറ്ററി ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ആണെങ്കിൽ കെപ്റ്റായിട്ട് എപ്പോഴും മോയിസ്റ്റായിട്ട് കെപ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? സെർവൈക്കൽ സെക്രീഷൻസ് ആയിരിക്കും. ആൻഡ് ഇവിടെ പ്യൂബേർട്ടി തൊട്ടിട്ട് മെനോപോസ് വരെ ലാക്ടോബാസിലസ് അസിഡോഫിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബാക്ടീരിയ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് pH, നമ്മുടെ വജൈനൽ pH മെയിൻറ്റെയിൻ ചെയ്യും 4.9 to 3.5. ആൻഡ് ഈ ഒരു അസിഡിറ്റി ഗ്രോത്ത് ഓഫ് അതർ മൈക്രോബ്സിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്നു. അത്രയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എന്ത് ഫീച്ചേഴ്സ് എന്നാണ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വജൈന. ഈ വജൈനയുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? അത് ഇലാസ്റ്റിക് ആയിരിക്കും, മസ്കുലർ ആയിരിക്കും. It is elastic and muscular, allowing it to stretch for the intercourse and childbirth and contract at rest. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചൈൽഡ് ബർത്ത് ഇതിലേ നടക്കുന്ന ത്രൂ വജൈന ആയിരിക്കും. അപ്പോൾ യൂട്രസിൽ നിന്ന് വജൈന വഴി, വജൈന എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ ഓപ്പണിംഗ് ആണ്. അതിനാണെങ്കിൽ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു സെൽഫ് സ്ട്രെച്ചിങ് ആയിട്ടുള്ളൊരു ഒരു ഫീച്ചർ ഉണ്ട്. ആ ഒരു സെൽഫ് സ്ട്രെച്ചിങ് ആയിട്ടുള്ള ആ ഫീച്ചർ കൊണ്ട് ഇന്റർകോഴ്സിന്റെ സമയത്തും അതുപോലെ ചൈൽഡ് ബർത്തിന്റെ സമയത്തും അത് സ്ട്രെച്ച് ചെയ്യും. ആവശ്യത്തിനായിട്ടുള്ള ആ രീതിയിൽ അത് സ്ട്രെച്ചും ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഓപ്പൺ ആകും ആൻഡ് കൺട്രാക്ട് ചെയ്യും. അപ്പോൾ റെസ്റ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ കൺട്രാക്ട് ചെയ്യും. ആൻഡ് ഹോർമോണലി റെസ്പോൺസീവ് ആയിരിക്കും ഇതെന്ന് പറഞ്ഞാൽ. ഹോർമോണലി റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈനിങ് ചേഞ്ചസ് ത്രൂ ദ മെൻസ്ട്രൽ സൈക്കിൾ ബിക്കംസ് തിക്കർ ആൻഡ് മോർ ലൂബ്ലിക്കേറ്റഡ് ഡ്യൂറിങ് ദ ഫെർട്ടൈൽ ടൈംസ്. അതായത് ആദ്യമേ നമ്മൾ പറഞ്ഞു വജൈന മോസ്റ്റ് പ്രോബബ്ലി ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതിനെ ഡ്രൈ ആയിട്ട് അതിൻ്റെ മോയിസ്റ്റ് ആക്കി കെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു സർവൈക്കൽ സെക്രീഷൻസ് ആണ്. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് ഇവിടെ ഓരോ ചേഞ്ചസ് നടക്കും. ഈ ത്രൂ ഔട്ട് മെൻസ്ട്രൽ സൈക്കിളിൽ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മുടെ വജൈനയിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, കൂടുതലായിട്ട് തിക്കാകും, അതുപോലെ മോർ ലൂബ്രിക്കേറ്റഡ് ആകും. ഫെർട്ടൈൽ ടൈംസിൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കണം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇത് മോർ ലൂബ്രിക്കേറ്റഡ് ആകും, അതുപോലെ ഭയങ്കരമായിട്ട് തിക്കാവുന്ന ഒരു ഇതായിട്ട് മാറും. അതാണ് ഹോർമോണൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സ് ആണ്. ഒന്നാമത് ഇത് ഇലാസ്റ്റിക് ആയിരിക്കും, മസ്കുലർ ആയിരിക്കും. അതെന്തിനൊക്കെ വേണ്ടിയിട്ട് കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും, ചൈൽഡ് ബർത്തിന്റെ സമയത്തും അതുപോലെ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്തും.
ആൻഡ് ഹോർമോണലി ഇത് റെസ്പോൺസീവ് ആയിരിക്കും. ത്രൂ ഔട്ട് മെൻസ്ട്രൽ സൈക്കിൾ ഇത് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. ദെൻ മെയിൻ ആയിട്ടുള്ളത് ഫംഗ്ഷൻസ് ഓഫ് വജീന. ഈ വജീനയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ആക്ട് ആസ് ദ റെസെപ്റ്റക്കിൾ ഫോർ പെനീസ് ഡ്യൂറിങ് കോയിറ്റസ്. അതായത് കോയിറ്റസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് റെസെപ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു പാത്വേ ആയിട്ട് നമ്മുടെ വജീന ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഇലക്ട്രിക്കൽ പാസേജ് ഫോർ ദ ബർത്ത് ഓഫ് ദ ബേബി. ബേബിയുടെ ബർത്തിന്റെ സമയത്ത് ആദ്യം പറഞ്ഞു യൂട്രസിൽ നിന്ന് ബേബി പുറത്തേക്ക് വരുന്നത് ത്രൂ വജീന ആയിരിക്കും. അപ്പോൾ ആ ഒരു പാത്വേ ആയിട്ടും വജീന ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റെസെപ്റ്റക്കിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പാസേജ് ബർത്ത് പാസേജ് ഓഫ് ദ ബേബി ആൻഡ് ഇറ്റ് അലൗസ് ദ സ്പേം ടു ട്രാവൽ ടുവേർഡ്സ് ദ യൂട്രസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ്. ഇത് യൂട്രസിലേക്ക്, അതായത് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് സ്പേം ആണെങ്കിൽ ത്രൂ വജീന യൂട്രസിലേക്ക് ആദ്യത്തും പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഫലോപ്പിയൻ ട്യൂബിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ സ്പേമിനെ ട്രാവൽ ചെയ്യാനായിട്ട് ഒരു പാത്വേ ആയിട്ട് നിൽക്കുന്നു. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ദ റൂട്ട് ഫോർ ദ എക്സിറ്റ് ഓഫ് മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു എക്സിറ്റ് ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ടിങ് അഗെയിൻസ്റ്റ് പത്തോജൻ അതർ ബാക്ടീരിയാസ് ഒക്കെ അവിടെ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്തിട്ടും നിൽക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് വജീന എന്ന് പറഞ്ഞ ഒരു പാത്വേ ആണ് എന്തിന് റെസെപ്റ്റക്കിളായിട്ട് പാത്വേ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് പെനിസിന് ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യിക്കാനായിട്ടുള്ള ഒരു പാത്വേ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ പാസേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സ്പേമിനെ നമ്മൾ പറഞ്ഞു ട്രാവൽ ചെയ്യാനായിട്ട് പാത്വേ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെൻസ്ട്രൽ ബ്ലഡിന് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു പാത്വേ ആയിട്ട് നിൽക്കുന്നുണ്ട്. പ്രൊട്ടക്ടിങ് എഗെയിൻസ്റ്റ് അതർ പത്തോജൻസ്, വേറെ പത്തോജൻസ് അവിടെ നിൽക്കുന്നതിന് പ്രിവെന്റ് ചെയ്യുന്ന അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻസ് ഓഫ് വജീന. വജീനയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വജീനയെ പറ്റി നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് അതിന്റെ പാർട്ട് നമ്മൾ പറഞ്ഞു. വജീനയുടെ ആ ഒരു പിക്ചർ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് വജീന എന്താണ് ഒരു മസ്കുലർ ട്യൂബാണ് നമ്മൾ പറഞ്ഞു. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് എക്സ്റ്റെൻഡ് ഫ്രം ദ വെസ്റ്റിബ്യൂൾ ടു ദ യൂട്രസ്. വെസ്റ്റിബ്യൂൾ തൊട്ട് യൂട്രസ് വരെ ആയിരിക്കും ഇത് ഉണ്ടാകുന്നത്. അതിന് മെയിനായിട്ട് ആൻറ്റീരിയർ, ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ ഫോണിക്സസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ റിലേഷൻസ് നമ്മൾ നോക്കി. ആൻറ്റീരിയർലി ബ്ലാഡറും യൂറീത്രയും, പോസ്റ്റീരിയർലി റെക്ടോ വജീനൽ പൗച്ചും ആൻഡ് പെരിനിയൽ ബോഡി ആയിരിക്കും ലോവർ ഫോർത്തിൽ ഉണ്ടാകുന്നത്. അതും നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വജീനയുടെ 3 ലെയേഴ്സ് പറഞ്ഞു. ഇന്നർ ലെയർ ഉണ്ട്, ഔട്ടർ ലെയർ ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്. 3 ലെയർ പറഞ്ഞു. പിന്നെ ഇതിന്റെ എന്താണ് വജീനൽ pH നമ്മൾ പറഞ്ഞു 4.9 to 3.5 ആയിരിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലാക്ടിക് ആസിഡ് ആണ്. ഈ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ലാക്ടോബാസിലസ് ആസിഡോഫിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്. അത് പ്യൂബേർട്ടി തൊട്ട് മെനോപോസ് വരെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ആൻഡ് ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതർ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വജീന മോയിസ്റ്റ് ആയിട്ട് കെപ്റ്റ് ചെയ്യുന്ന ആരായിരിക്കും? സർവൈക്കൽ സെക്രീഷൻസ് ആയിരിക്കും. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള 2 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. ഇലാസ്റ്റിക് ആണ്, മസ്കുലർ ആണ്, അതുപോലെ ഹോർമോണലി റെസ്പോൺസീവ് ആണ്. പിന്നെ ഫംഗ്ഷൻസ് പറഞ്ഞു. സ്പേമിനുള്ളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പെനിസ് ഇന്റർകോഴ്സിന്റെ സമയത്ത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ചൈൽഡ് ബർത്തിന് വേണ്ടിയിട്ട്, പിന്നെ റൂട്ട് ഓഫ് എക്സിറ്റ് ഓഫ് മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞത്. ഇത്രയുമാണ് എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽസിൻ്റെ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ശരിക്കും? അപ്പോൾ ഓവറോൾ ടോട്ടൽ നമുക്കൊന്ന് നോക്കാം. നമ്മൾ എക്സ്റ്റേണൽ ജെനിറ്റാലിയനെ പറ്റി എന്താ പറയുന്നത്? ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ ജെനിറ്റാലിയം, ഇന്റേണൽ ജെനിറ്റാലിയം. അതിൻ്റെ അത് എക്സ്റ്റേണൽ ജെനിറ്റാലിയനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് വൾവ എന്ന് പറയുന്നത്. വൾവ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ പെടുന്നുണ്ട്? മോൺസ് പ്യൂബിസ് പെടുന്നുണ്ട്, ക്ലിറ്റോറിസ് പെടുന്നുണ്ട്, ലേബിയ മജോറ, ലേബിയ മൈനോറ, വെസ്റ്റിബ്യൂൾസ്, ഹൈമൻ ആൻഡ് വജൈന. ഇത്രയാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുമ്പോൾ. മോൺസ് പീബിസ് എന്ന് പറയുമ്പോൾ അതൊരു പിബിക് ഹെയർ കവർ ചെയ്തിരിക്കുന്ന ഒരു പാഡ് ഓഫ് ഫാറ്റ് ടിഷ്യൂസിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ മോൺസ് പീബിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലിറ്റോറിസ്, അതെന്ന് പറയുമ്പോൾ സെൻഷ്വൽ പ്ലഷർ അല്ലെങ്കിൽ ആ ഒരു ഓർഗാസം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ആയിരിക്കും ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ദെൻ ലേബിയ മെജോറും ലേബിയ മൈനോറും 2 ലിപ്സ് ആയിരിക്കും. അതായത് ലേബിയ മെജോറ എന്ന് പറഞ്ഞാൽ ഔട്ടർ പോർഷനും ലേബിയ മൈനോറ എന്ന് പറയുമ്പോൾ ഇന്നർ പോർഷനും ആയിരിക്കും. ദെൻ വെസ്റ്റിബ്യൂൾസ് എന്ന് പറഞ്ഞു. ഹൈമൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു മെംബ്രെയിൻ ആയിരിക്കും. ഇന്റേണൽ ജെനൈറ്റൽ ഓർഗനെയും എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു മെംബ്രെയിൻ ആണ് ഹൈമൻ എന്ന് പറയുന്നത്. ദെൻ വജീന നമ്മൾ പറഞ്ഞു. വജീന എന്ന് പറയുമ്പോൾ ഒരു ട്യൂബ് ആയിരിക്കും. അതും വെസ്റ്റിബ്യൂൾ തൊട്ട് യൂട്രസ് വരെ കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ ഒരു പാത്വേ നടക്കണ ആ ഒരു ട്യൂബിനെയാണ് നമ്മൾ വജീന എന്ന് പറയുന്നത്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസ്.